വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മാദനിയുടെ കേരളത്തിലേക്കുള്ള യാത്ര സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങി. രാത്രി 8:15 മാദനി നെടുമ്പാശ്ശേരിയിലെത്തും. നേരത്തെ യാത്രാനുമതി നിഷേധിച്ച ഇൻഡിഗോ വിമാന കമ്പനി മാദനിക്ക് ബദൽ യാത്രാ സംവിധാനം ഒരുക്കുകയായിരുന്നു. അതേസമയം നെടുമ്പാശ്ശേരിയിൽ PDP പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഇന്ന് രാവിലെ മുതൽ നടന്ന സംഭവങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം എന്താണ്? സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ അല്പസമയത്തിനുള്ളിൽ ചേരും. മാദനി വൈകുന്നേരം രാത്രി 8:15 കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമെന്ന് ആണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ രാവിലെ അദ്ദേഹം എത്താനിരുന്നതാണെങ്കിലും വിമാന കമ്പനി അദ്ദേഹത്തെ കൊണ്ടുവരാൻ സമ്മതിക്കാത്തതിനെ തുടർന്ന് എത്താൻ പറ്റിയില്ല. വലിയ പ്രതിഷേധങ്ങളാണ് ഇതേ തുടർന്ന് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അരങ്ങേറിയത്. ഗൂഢാലോചനയുണ്ട് വിമാന കമ്പനിയുടെ നിലപാടിൽ എന്ന് വരെ ആരോപണങ്ങൾ ഉയർന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ എത്തിയ പോലീസുകാരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു. ആയുധമുള്ള പോലീസുകാരെ വിമാനത്തിൽ കയറ്റാനാവില്ല തുടങ്ങിയ നിലപാടുകളായിരുന്നു ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനി എടുത്തത്. തുടർന്ന് വൈകിട്ട് കമ്പനി വിഷയത്തിൽ അദ്ദേഹത്തെ വൈകിട്ട് നെടുമ്പാശ്ശേരിയിൽ എത്തിക്കാൻ കമ്പനി പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. ഇക്കാര്യം കമ്പനി പിന്നീട് പറയുകയും ചെയ്തു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സാലി, രാവിലെ മുതൽ തന്നെ അദ്ദേഹം രാവിലെയോടെ കൊച്ചിയിൽ എത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് വിമാന കമ്പനി അദ്ദേഹത്തെ കൂടാതെ കൊച്ചിയിലേക്ക് പറഞ്ഞു. വലിയ സംഭവങ്ങളാണ് കൊച്ചിയിലും ബംഗളൂരുവിലുമായി അരങ്ങേറിയത്. സംക്ഷിപ്തമായ രൂപം എന്താണ്? മനു, ഏതായാലും മദനിയുടെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വത്തിന് ഇപ്പോൾ വിരാമമായിരിക്കുന്നു. 7:15 ഇൻഡിഗോ എയർലൈൻസിൻ്റെ നെടുമ്പാശ്ശേരി വിമാനത്തിൽ അദ്ദേഹം 8:30 നെടുമ്പാശ്ശേരിയിലെത്തും എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. മുൻ നിശ്ചയിച്ചത് ഇന്ന് 12:45 ബംഗളൂരുവിൽ നിന്ന് കയറി 2 മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന വിധം ഒരു വിമാനത്തിൽ മദനി എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. അത് വലിയ പ്രശ്നങ്ങൾക്കിടയാക്കി. കാരണം മദനി കൃത്യസമയത്ത് തന്നെ ബംഗളൂരു വിമാനത്താവളത്തിലെത്തുകയും മദനിക്ക് ബോർഡിംഗ് പാസ് ഉൾപ്പെടെ ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. ഒടുവിൽ വിമാനം പുറപ്പെടാൻ ഏതാണ്ട് 10 മിനിറ്റ് ഉള്ളപ്പോൾ മദനിയെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് ഇൻഡിഗോ എയർവേസ് അധികൃതർ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന അല്ലെങ്കിൽ പ്രതി എന്ന് സംശയിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ വിമാനയാത്ര നടത്തുന്നതിന് നിയമ തടസ്സമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇൻഡിഗോ എയർവേസ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്. അതോടുകൂടി മദനിയുടെ യാത്ര മുടങ്ങുകയും 2 മണിക്ക് വിമാനം ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. അത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മദനിയെ സ്വീകരിക്കാനും മറ്റുമായി നിരവധി PDP പ്രവർത്തകർ എത്തിയിരുന്നു. മദനിയുടെ യാത്ര മുടങ്ങിയ വിവരവും ഇൻഡിഗോ എയർവേസ് ഇത്തരം നിലപാട് സ്വീകരിച്ച വിവരവും അറിഞ്ഞതോടുകൂടി നെടുമ്പാശ്ശേരിയിൽ പ്രവർത്തകർ പ്രതിഷേധത്തിലായി അവർ മുദ്രാവാക്യം വിളിച്ചു. ഏറെ നേരം ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഓഫീസ് ഉപരോധിച്ചു. അതിനിടെ ഇൻഡിഗോ എയർലൈൻസ് ഓഫീസിൻ്റെ ചില്ലുകൾ കല്ലേറിൽ തകർന്നു. ഇത് വലിയ സംഘർഷത്തിനിടയാക്കി. ഏതാണ്ട് 15 മിനിറ്റോളം അങ്ങേയറ്റം സംഘർഷാത്മകമായ സ്ഥിതിവിശേഷമായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലുണ്ടായിരുന്നത്. പോലീസ് ഒടുവിൽ ലാത്തി വീശി ആളുകളെ പിരിച്ചുവിട്ടു. അതിനുശേഷമാണ് സംഘർഷത്തിനായതെന്ന്. സംഘർഷത്തിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ബംഗളൂരുവിൽ നിന്ന് പുതിയ വിവരം ലഭിച്ചത്. 7:30 വിമാനത്തിൽ 8:30 ഇവിടെ എത്തുന്ന വിമാനത്തിൽ മദനി എത്തും. എല്ലാ അനിശ്ചിതത്വവും നീങ്ങിയിരിക്കുന്നു എന്ന വിവരം ലഭിച്ചു. അതോടെ സംഘർഷാവസ്ഥയ്ക്കും അയവ് വന്നു. ഏതായാലും ഇപ്പോൾ ഇവിടെ യാതൊരു സംഘർഷാവസ്ഥയുമില്ല. മദനി 8:30 തന്നെ ഇവിടെ എത്തും. ഇവിടെ പ്രതിഷേധത്തിനുമൊക്കെ ഉണ്ടായിരുന്ന പ്രവർത്തകർ ഇപ്പോൾ മദനിയുടെ വരവും പ്രതീക്ഷിച്ച് ഇവിടെ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മാദനി 8:15 തന്നെ നെടുമ്പാശ്ശേരിയിലെത്തും എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. വിമാനത്താവളത്തിലെ സംഘർഷാവസ്ഥകളെല്ലാം അവസാനിച്ചിരിക്കുന്നു. വലിയൊരു കൂട്ടം പ്രവർത്തകർ അവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. അതേസമയം അൻവാർശേരിയിലെ മാദനിയുടെ വീട്ടിൽ നിന്നും രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, 8:15 അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ അദ്ദേഹം ഉച്ചയോടെ എത്തേണ്ടതായിരുന്നു. എന്നാൽ പിന്നീട് യാത്ര മുടങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. വലിയ പ്രതിഷേധങ്ങൾ നെടുമ്പാശ്ശേരിയിലുണ്ടായി. അൻവാർശേരിയിലെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ഏതാണ്ട് PDP പ്രവർത്തകർ ഈ കൊച്ചിയിൽ മാതൃകയിൽ തന്നെ ഇവിടെയും പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. അതേസമയം രാവിലെ മുതൽ തന്നെ അൻവരി ശാസ്താംകോട്ട് മൈനാഗപ്പള്ളിയിലെ തോട്ടുവാം മദനിയുടെ ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ഈ പിതാവും മാതാവും ഉള്ളത്. ഇവരെ നമ്മൾ കണ്ടിരുന്നു. ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ മദനി വീണ്ടും കാണാൻ വരുന്നതിന്റെ വലിയ ആഹ്ലാദത്തിലായിരുന്നു. അതേസമയം ഇൻഡിഗോ എയർവേസിന്റെ അവരുടെ ഒരു നിലപാട് ഇവരെ അക്ഷരാർത്ഥത്തിൽ ദുഃഖിതരാക്കി. ആദ്യ പ്രതികരണം എന്ന നിലയിൽ പീപ്പിൾ ടിവിയോട് ഈ അബ്ദുൾ സമദ് മാസ്റ്റർ അദ്ദേഹം പറഞ്ഞത് ഇത് നിരാശാജനകമാണ്, തീർച്ചയായും നീതി നിഷേധവുമാണ്. ഒരു മനുഷ്യനെ ഇതിൽ കൂടുതൽ ഇനി വേട്ടയാടാനില്ല. തന്റെ മകനെ പതിറ്റാണ്ടുകളായി വേട്ടയാടുന്നു. അത് ഇപ്പോഴും കിട്ടുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ചിത്രമാണ് നമ്മൾ ഇന്ന്
അവർ മകനുമൊത്ത് രക്ഷിതാക്കളുടെ ആഗ്രഹത്തിൽ കരുതിയിരിക്കുന്നത് ഇതൊരു ശരിയായ നിലപാടല്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം അദ്ദേഹം വീണ്ടും വരുമെന്നുള്ള ഒരു ഇതിന്റെ അറിയിപ്പിനെ തുടർന്ന് അവർ മകനെ രാത്രിയോടുകൂടി കൊല്ലത്ത് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിന് മകനെ കാണാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. രാജ്കുമാറാണ് മാദനിയുടെ അൻവാർ ഷേരിയിലെ വസതിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സർക്കാർ മേഖലയിലെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് ജീവനക്കാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 50 നിർദ്ദേശങ്ങൾ. സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു പൊതു മാനദണ്ഡം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാർ മേഖലയിലെ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിവിൽ സർവീസ് അഴിമതിരഹിതവും കാര്യക്ഷമവുമായിരിക്കണമെന്ന ആമുഖത്തിൽ പരാമർശിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ സർവീസ് സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയത്. ജീവനക്കാരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്താണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഫയലുകളുടെ കാലതാമസം ഒഴിവാക്കുക, വിവിധ ആവശ്യങ്ങളുമായി ഓഫീസിലെത്തുന്നവരോട് മാതൃകാപരമായ പെരുമാറ്റം ജീവനക്കാർ കാഴ്ചവെക്കുക, ഹാജർ നില ഉറപ്പാക്കുക, സർക്കാർ പദ്ധതികളുടെ ഗുണം കൃത്യസമയത്ത് ജനങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിൽ ജീവനക്കാർ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുക എന്നിങ്ങനെയുള്ള 50 നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവനക്കാർക്ക് മുന്നിൽ വെച്ചു. ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് കൃത്യസമയത്ത് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയ മുഖ്യമന്ത്രി സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പൊതുമാനദണ്ഡം ചർച്ച ചെയ്ത് നടപ്പാക്കുമെന്നും വ്യക്തമാക്കി. ജീവനക്കാരുടെ കാര്യത്തിൽ ശാസ്ത്രീയ പുനർവിന്യാസമുണ്ടാകും. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കും. നികുതി പിരിവ് കാര്യക്ഷമമാക്കണം. സേവനാവകാശ നിയമം കൃത്യമായി പാലിക്കണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളെ അറിയിച്ചു. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി FACTO ഭാരവാഹികൾ വ്യക്തമാക്കി. വളരെ ക്രിയാത്മകമായ ഒരു നിർദ്ദേശമാണ്. ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സിവിൽ സർവീസിൽ സമൂലമായ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം വരുത്തുന്ന നിർദ്ദേശങ്ങളാണ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ കേരളത്തിലെ എല്ലാ സർവീസ് സംഘടനകളും സർവാത്മന പിന്തുണയ്ക്കാനുണ്ടായത്. സ്ഥലമാറ്റത്തിലെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി പ്രതിപക്ഷ സംഘടനാ നേതാക്കളും പറഞ്ഞു. 7 ഫെഡറേഷനുകളാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രിക്ക് പുറമെ ചീഫ് സെക്രട്ടറി, പൊതുഭരണ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിമാരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. VS അച്യുതാനന്ദന് ക്യാബിനറ്റ് പദവി നൽകുന്നതിനായി ഇരട്ട പദവി നിയമം ഭേദഗതി ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിയമ ഭേദഗതിക്കുള്ള ബില്ല് ഈ സഭാ സമ്മേളന കാലയളവിൽ കൊണ്ടുവരും. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയും നിയമ സെക്രട്ടറിയും സമർപ്പിച്ച റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു. ക്യാബിനറ്റ് റാങ്കോടെ VS അച്യുതാനന്ദന് ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ പദവി നൽകുന്നതിനായി നിയമ ഭേദഗതി വരുത്താനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. ഇരട്ട പദവി നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ഈ സഭാ സമ്മേളന കാലയളവിൽ തന്നെ കൊണ്ടുവരും. 1951 നിയമത്തെയാണ് ഭേദഗതി ചെയ്യുക. ഇരട്ട പദവി മൂലമുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണിത്. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെയും നിയമ സെക്രട്ടറിയുടെയും റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു. നിയമസഭാംഗമായ VS അച്യുതാനന്ദനെ ക്യാബിനറ്റ് റാങ്കുള്ള ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാക്കുമ്പോഴുണ്ടാകുന്ന ഇരട്ടപ്പദവി പ്രശ്നം പരിഹരിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. സഭയിൽ ബില്ലായി അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട് എത്രയും വേഗം ഭേദഗതി വരുത്താനാണ് നീക്കം. 2011 PC ജോർജിനെ ചീഫ് വിപ്പാക്കിയത് ഇത്തരത്തിൽ നിയമ ഭേദഗതി വരുത്തിയാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ വലിയ എതിർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്നാണ് സൂചന. 1957 രൂപീകരിച്ച ഭരണപരിഷ്കാര കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ അന്നത്തെ മുഖ്യമന്ത്രി EMS ആയിരുന്നു. 1956 സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലായിരിക്കുന്ന കാലത്ത് കമ്മീഷന്റെ രണ്ടാം അധ്യക്ഷനായി MK വെള്ളോടിയും 1997 മൂന്നാം കമ്മീഷന്റെ അധ്യക്ഷൻ അന്നത്തെ മുഖ്യമന്ത്രി EK നായനാരുമായിരുന്നു. നിയമ ഭേദഗതിയായി കഴിഞ്ഞാൽ 4ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ പദവിയിലേക്കാണ് VS അച്യുതാനന്ദൻ എത്തുക. സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനായി ഡോക്ടർ VK രാമചന്ദ്രനെ നിയമിക്കാനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടതു സർക്കാരിന്റെ പുതുക്കിയ ബഡ്ജറ്റ് ധനമന്ത്രി TM തോമസ് ഐസക് ഈ മാസം 8-ന് നിയമസഭയിൽ അവതരിപ്പിക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. സാമൂഹ്യക്ഷേമത്തിൽ ഊന്നിയുള്ള ബജറ്റാകുമെന്നാണ് പൊതുവിലയിരുത്തൽ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് ധനമന്ത്രി TM തോമസ് ഐസക് പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കാനൊരുങ്ങുന്നത്. പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്താതെ റവന്യൂ ചെലവുകൾ നിയന്ത്രിച്ചു നിർത്തുന്നതായിരിക്കും ധനനയമെന്ന് ധവളപത്രത്തിലൂടെ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മാന്ദ്യത്തെ മറികടക്കാനുള്ള ഉത്തേജക പാക്കേജുകളും ബജറ്റിലുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, വലിയ പ്രോജക്റ്റ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. വരുന്ന 5 വർഷക്കാലം കൊണ്ട് തീർക്കാൻ കഴിയുന്ന ചില
പ്രോജക്റ്റുകളെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളുണ്ടാവും. പൊതു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ സംരക്ഷിച്ചുകൊണ്ട് സാമ്പത്തിക മുരടിപ്പിനെ പ്രതിരോധിക്കുമെന്നും ധവളപത്രം വ്യക്തമാക്കിയിരുന്നു. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും നയപ്രഖ്യാപനവും ബജറ്റിൽ പ്രതിഫലിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരിച്ചുവരുന്നവരുടെ പുനരധിവാസത്തിനുള്ള കാര്യക്ഷമമായ പദ്ധതികളാണ് LDF സർക്കാരിന്റെ ബജറ്റിൽ പ്രവാസികൾ പ്രതീക്ഷിക്കുന്നത്. വിദേശ മലയാളികളുടെ നിക്ഷേപങ്ങൾ ആകർഷിക്കാനുള്ള പദ്ധതികളും ബജറ്റിലുണ്ടാകുമെന്ന് കരുതുന്നു. ഗൾഫ് നാടുകളിലെ സ്വദേശിവൽക്കരണങ്ങളിൽ വലിയ ക്ഷീണം കേരളത്തിനുമുണ്ടായി. ജോലി നഷ്ടമായി തിരിച്ചുവരുന്നവർക്ക് ആശ്വാസമാവുന്ന പദ്ധതികളാണ് LDF സർക്കാരിന്റെ ബജറ്റിൽ പ്രവാസലോകം കാത്തിരിക്കുന്നത്. പ്രധാനമായും പുനരധിവാസ പദ്ധതികൾ. പുനരധിവാസത്തിന് ആവശ്യമായ ഉപയുക്തമായ പദ്ധതികൾ വേണം. ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ കയ്യിൽ ചെറിയൊരു പുനരധിവാസ പദ്ധതികളുണ്ട്. അത് ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ കഴിയും. അപ്പോൾ തിരിച്ചു വരുന്നവരുടെ പുനരധിവാസം ഫലപ്രദമായി നടപ്പാക്കുന്നതിനാവശ്യമായ യുക്തിഭദ്രമായ പ്രോജക്റ്റുകൾ വേണം. 1,25,000 കോടി രൂപ വിവിധ ബാങ്കുകളിൽ NRI നിക്ഷേപമുണ്ട്. ഇത് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്ന പദ്ധതികൾ വേണം. പ്രവാസികളുടെ നിക്ഷേപങ്ങൾ ഉയർന്ന പലിശ നിരക്കിൽ സ്വീകരിക്കണം. സഹകരണ സംഘങ്ങളെയും പ്രവാസികളുടെ സ്റ്റാർട്ടപ്പുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളും ഇവർ ബജറ്റിൽ കാത്തിരിക്കുന്നു. KT സ്വാലിഹ്, മലപ്പുറം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് വോട്ട് കച്ചവടം നടന്നെന്ന് KPCC സമിതി. 2 ബ്ലോക്ക് കമ്മിറ്റികളും 162 ബൂത്ത് കമ്മിറ്റികളും പിരിച്ചുവിടാനും നിർദ്ദേശം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിക്കുന്ന മേഖലാ കമ്മിറ്റികളുടെ റിപ്പോർട്ട് KPCCക്ക് സമർപ്പിച്ചു. റിപ്പോർട്ടിലെ ശുപാർശകൾ AICC അറിയിക്കുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. നേമം നിയോജകമണ്ഡലത്തിൽ 3ാം സ്ഥാനത്തായതിൽ നടപടി വേണമെന്ന ശുപാർശയോടെയാണ് KPCCയുടെ മേഖലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. നേമത്തെ സമ്പൂർണ്ണ പരാജയം പാർട്ടിക്ക് നാണക്കേടായി. V സുരേന്ദ്രൻപിള്ളയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കരുതായിരുന്നു. തന്നെ തോൽപ്പിക്കാൻ CN ബാലകൃഷ്ണൻ പണമൊഴുക്കിയെന്ന് വടക്കാഞ്ചേരിയിൽ മത്സരിച്ച അനിൽ അക്കര മേഖലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പത്മജ വേണുഗോപാലും CN ബാലകൃഷ്ണനെതിരെ പരാതി നൽകി. തൃശൂരിൽ സമ്പൂർണ്ണ ശുദ്ധികലശം വേണമെന്നാണ് മേഖലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. കൊല്ലത്ത് പാർട്ടിയേ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിശദാംശങ്ങൾ AICC അറിയിച്ച് നടപടി സ്വീകരിക്കുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. ഏതായാലും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എല്ലാവരുമായും ചർച്ച ചെയ്ത് കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്രോപ്രിയേറ്റ് ഫോറം അത് തീരുമാനം എടുക്കും. A ഗ്രൂപ്പുകാർ പാരവെച്ചെന്ന ഡൊമിനിക് പ്രസന്റേഷനും തന്റെ തോൽവിക്ക് കാരണം VM സുധീരനാണെന്ന് K ബാബുവും മേഖലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അതിനു മുൻപ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ AICCക്ക് കൈമാറും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ SP സുകേഷിന് ക്രൈംബ്രാഞ്ചിന്റെ ക്ലീൻ ചിറ്റ്. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സാക്ഷികളായ ബാർ ഉടമകളെ വിളിക്കുന്നതിൽ അസ്വാഭാവികത ഇല്ലെന്നും റിപ്പോർട്ട്. ക്രൈംബ്രാഞ്ച് മേധാവി റിപ്പോർട്ട് അംഗീകരിച്ചു. കെ മാണിയെ ബാർക്കോഴ ആരോപണത്തിൽ കൊടുക്കുന്നതിന് ബാർ ഉടമ ബിജു രമേശുമായി SP R സുകേശൻ ഫോണിലൂടെ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയത് മുൻ വിജിലൻസ് മേധാവി N ശങ്കർ റെഡ്ഡിയായിരുന്നു. ബാർ ഉടമസ്ഥർ കെ മാണിക്കെതിരെ മൊഴി നൽകണമെന്ന് സുകേശൻ തന്നോട് പറഞ്ഞതായിട്ടുള്ള ബിജു രമേശിന്റെ ഓഡിയോ ടേപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശങ്കർ റെഡ്ഡി ഈ കണ്ടെത്തൽ നടത്തിയത്. ബാർക്കോഴ ആരോപണം അന്വേഷിക്കുന്ന ഘട്ടത്തിൽ സുകേശൻ നിരവധി തവണ ബാർ ഉടമസ്ഥരെ വിളിച്ചതെന്തിനെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് പരിശോധിച്ചത്. എന്നാൽ ഇതിൽ അസ്വാഭാവികതയില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സാക്ഷികളായ ബാർ ഉടമസ്ഥരെ ബന്ധപ്പെടുന്നത് അന്വേഷണത്തിലെ സ്വാഭാവിക പ്രക്രിയ മാത്രമാണെന്നുമാണ് ഉണ്ണിരാജയുടെ നിലപാട്. ബാർ ഉടമസ്ഥരുമായി ചേർന്ന് കെ മാണിക്കെതിരെ സുകേശൻ ഗൂഢാലോചന നടത്തിയെന്ന വാദത്തിന് അടിസ്ഥാനമില്ലെന്നും ഉണ്ണിരാജയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഉണ്ണിരാജയുടെ റിപ്പോർട്ട് അംഗീകരിച്ച ക്രൈംബ്രാഞ്ച് മേധാവി അനന്തകൃഷ്ണൻ റിപ്പോർട്ട് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് കൈമാറി. വിജിലൻസ് SP R സുകേശന്റെ 1 വർഷത്തെ കോൾ വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരുന്നു. ഇതോടൊപ്പം ബാർ ഉടമസ്ഥരുടെ യോഗത്തിൽ നടന്ന ഓഡിയോ ടേപ്പും വിശദമായി പരിശോധിച്ചു. സുകേശനടക്കമുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കേസിൽ സുകേശിന് ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. ബാർ ഉടമസ്ഥരുടെ യോഗത്തിലെ സംഭാഷണമടങ്ങിയ ഓഡിയോ CD ബിജു രമേശ് വിജിലൻസിന് നൽകിയിരുന്നു. ഇത് പരിശോധിച്ച മുൻ വിജിലൻസ് മേധാവി N ശങ്കർ റെഡ്ഡി രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് സുകേശന്റെ പങ്കന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശുപാർശ ചെയ്തത്. നിരപരാധിയായ ഒരു ഉദ്യോഗസ്ഥനെ വേട്ടയാടാനുള്ള നീക്കത്തിനാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടോടെ പരിസമാപ്തി കുറിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ വിഷയത്തിൽ KM മാണിയെ കൊടുക്കാൻ UDF-നകത്ത് ശ്രമം നടന്നില്ലെന്ന് ഉമ്മൻചാണ്ടി. മാണിയും കേരള കോൺഗ്രസും UDF-ന്റെ അവിഭാജ്യ ഘടകമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ശ്രീ KM മാണി UDF-ന്റെ അവിഭാജ്യ ഘടകമാണ്. UDF-ന്റെ ഏറ്റവും ഉന്നതനായ നേതാവാണ്. അദ്ദേഹവും കേരള കോൺഗ്രസും UDF-ന്റെ ഏറ്റവും പ്രമുഖമായ പാർട്ട്ണറാണ്. അപ്പോൾ അവർ ആയിട്ടുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും.
കോഴിക്കോട് ജില്ലാ കളക്ടർ എൻ പ്രശാന്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വീക്ഷണം മുഖപത്രം. ഊളന്മാർക്ക് ഇരിക്കാനുള്ള ഇടമല്ല ജില്ലാ കളക്ടർ പദവിയെന്ന് മുഖപ്രസംഗത്തിൽ വിമർശനം. ജില്ലാ കളക്ടറെ കഴുതയോടും മുഖപ്രസംഗം ഉപമിക്കുന്നു. കൺകണ്ട ദൈവമായി പ്രജകൾ മാനിച്ചിരുന്ന തുക്തി സാഹിബ് പദവിയിൽ നിന്നുമാണ് വീക്ഷണം ദിനപത്രത്തിന്റെ മുഖപ്രസംഗം ആരംഭിക്കുന്നത്. വില്യം ലോഗൻ മുതൽ ഹെൻറി വാലന്റൈൻ വരെ ഇരുന്ന മലബാർ കളക്ടർ പദവിയുടെ മാഹാത്മ്യം പറഞ്ഞ് നിലവിലെ കളക്ടർ എൻ പ്രശാന്തിനെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് മുഖപ്രസംഗം. ഭൂപടം വരച്ചും ബുൾസൈ ഉണ്ടാക്കിയും ജനപ്രതിനിധിയെ കളിയാക്കുന്നത് ആണത്തമല്ല ഊളത്തമാണെന്നാണ് വീക്ഷണത്തിന്റെ വാദം. അത്തരം ഊളന്മാർക്ക് ഇരിക്കാനുള്ള ഇടമല്ല ജില്ലാ കളക്ടർ പദവിയെന്നും വീക്ഷണം ഓർമ്മിപ്പിക്കുന്നു. തട്ടുതകർപ്പൻ പടങ്ങളിലെ അമാനുഷിക കളക്ടറുടെയും കമ്മീഷണറുടെയും റോളിലാണ് കോഴിക്കോട് കളക്ടർ അഭിരമിക്കുന്നത്. വലിയ മാധ്യമപ്രസിദ്ധിക്കായി കഴുതക്കാൽ പിടിക്കാൻ മാത്രമല്ല കഴുതയാകാനും കളക്ടർക്ക് മടിയില്ല എന്നും വീക്ഷണം ആഞ്ഞടിക്കുന്നു. മറ്റു കളക്ടർമാർക്കില്ലാത്ത കൊമ്പ് തനിക്കുണ്ടെന്ന് കളക്ടർ കരുതുന്നുണ്ടെങ്കിൽ ആ കൊമ്പ് മുറിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവേ മതിയാവൂ എന്ന ഉപദേശവും നൽകിയാണ് വീക്ഷണം മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മറ്റു വാർത്തകളിലേക്ക്. ഗുഡ്വിൻ ജ്വല്ലറി യുവജനോത്സവത്തിന് തൃശൂരിൽ തിരിതെളിഞ്ഞു. 13 മുതൽ 21 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് ഗുഡ്വിൻ ഗ്രൂപ്പ് മെഗാ കലോത്സവം ഒരുക്കിയത്. സംഗീത നാടക അക്കാദമി ചെയർമാൻ സൂര്യകൃഷ്ണമൂർത്തി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഗുഡ്വിൻ ഗ്രൂപ്പ് സാരഥികളായ സുനിൽ കുമാർ, സുധീർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 14 ദിവസങ്ങളിലായി 13 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക.